ഗൈസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സബാക്കോയുടെ പകരക്കാരനെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഹംസ റെഗ്രുഗു എന്ന് പറഞ്ഞിട്ട് ഒരു മൊറോക്കൻ സെൻറ്റർ ബാക്കിനെയാണ് അവർ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ പകരക്കാരൻ എന്ന നിലയിൽ എത്തിക്കുന്നത്. മൊറോക്കോയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല, പക്ഷേ മൊറോക്കോയുടെ അണ്ടർ-23 ടീമിലൊക്കെ കളിച്ചിരുന്നു ഈ ഒരു താരം എന്നുള്ളതാണ്. വൈഡാഡ് AC എന്ന് പറയുന്ന മൊറോക്കൻ ടോപ്പ് ടയർ ക്ലബ്ബിലായിരുന്നു അദ്ദേഹം കളിച്ചു വന്നിരുന്നത്. ജനുവരിയിലാണ് അവിടെ ആ ഒരു ക്ലബ്ബ് വിടുന്ന ഒരു ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുന്നതും ഇപ്പോൾ അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് ചേക്കേറുന്നു എന്നുള്ള കാര്യത്തിലേക്കൊക്കെ എത്തുന്നത്. ഏതായാലും FTWCയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വരെ ഈ ഒരു കാര്യം കൺഫേം ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാമല്ലോ, ഒരു സൂപ്പർ കപ്പിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു സെൻറ്റർ ബാക്ക് ഇല്ല നോർത്ത് ഈസ്റ്റിന്. സബാക്കോ ഇഞ്ചേർഡാണ്. അതുപോലെ തന്നെ യാസർ ഹമീദ് എന്ന് പറയുന്നൊരു താരം AFC ഏഷ്യൻ കപ്പ് കളിക്കാനായിട്ട് പലസ്തീനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഉറപ്പായിട്ടും ഒരു വിദേശ സെൻറ്റർ ബാക്ക് വേണം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സൈനിങ് വരുന്നത്. ഏതായാലും 26 വയസ്സേ ഉള്ളെങ്കിലും ഏതാണ്ട് 122 ടോപ്പ് ടയർ മത്സരങ്ങൾ അദ്ദേഹം മൊറോക്കൻ ലീഗിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടുത്തെ കാഫ് കോൺഫെഡറേഷൻ കപ്പിൽ ഒരുപാട് മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട്. പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും അത്യാവശ്യം അദ്ദേഹം മാച്ചസ് ഒക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രൊഫൈൽ നോക്കിയപ്പോൾ മനസ്സിലായി. പിന്നെ മലാഗ എന്ന് പറഞ്ഞ സ്പാനിഷ് ക്ലബിൻ്റെ അക്കാഡമിക് പ്രൊഡക്റ്റാണ്. മലാഗ ഒരു സമയത്ത് നമുക്കറിയാമല്ലോ ലാ ലീഗിലൊക്കെ ഉണ്ടായിരുന്ന ക്ലബ്ബാണ്. പിന്നെ അവരുടെ അണ്ടർ-19 ടീമിലൊക്കെ അദ്ദേഹത്തിന് കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താരത്തിന് 26 വയസ്സേ ഉള്ളൂ. ഇപ്പം യാസർ ഹമീദ് 26ആണ്. സബാക്കോയ്ക്ക് 34 വയസ്സുള്ള ഒരു പ്ലെയർ ആയിരുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലസ് ഒരു യങ് CB കോംബോ ആയിരുന്നുണ്ടായിരുന്നത്. അപ്പം ഇത് വരുമ്പോൾ രണ്ടുപേരും യങ് സെൻറ്റർ ബാക്സ് ആണ്. സാധാരണഗതിയിൽ ISL ക്ലബ്സൊക്കെ ആ ഒരു ഇതാണ് ഫോളോ ചെയ്യുന്നത്, ഒരു എക്സ്പീരിയൻസ്ഡ് CB, ഒരു യങ് CB എന്നുള്ള നിലയിൽ. അപ്പം അത് ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ മൊറോക്കൻ പോലത്തെ ഒരു ടോപ്പ് ലീഗിലൊക്കെ അദ്ദേഹം ഇത്ര മാച്ചസ് കളിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്തത് 2 ലോൺ ഡീൽസ് ആണ്. 2 ഇന്ത്യൻ താരങ്ങളിലെയാണ്. ഒന്ന് മുബഷിർ റഹ്മാൻ എന്ന് പറയുന്ന താരം ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ചെന്നൈയിൻ FC ഒരു ലോൺ മൂവ് നടത്തുന്നു. ഈ സീസൺ അവസാനം വരെയുള്ളൊരു ലോൺ മൂവിലേക്കാണ് അദ്ദേഹം പോകുന്നത്. 25 വയസ്സുകാരനുള്ള ഒരു സെൻട്രൽ മിഡ്ഫീൽഡറൊക്കെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം ജംഷഡ്പൂരിൽ മുമ്പ് കളിച്ചിരുന്നു. ഈ ഒരു മൂവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ ഉറപ്പായിട്ടും ഓവൻ ഗോയലാണ്. കാരണം ഓവൻ ഗോയലിൻ്റെ ഒരു നന്നായിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു പ്ലെയർ തന്നെയാണ് ജംഷഡ്പൂർ FC അവർ ഷീൽഡ് അടിച്ച വർഷമൊക്കെ ജംഷഡ്പൂർ FC ഒണ്ടായിരുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ വിഘ്നേഷ് ദക്ഷിണമൂർത്തി എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് താരം, അദ്ദേഹം ഹൈദരാബാദ് FC ഉണ്ടായിരുന്നത് ഒരു ലോങ് കോൺട്രാക്റ്റിൽ. അതിലും അദ്ദേഹം ഈ ഒരു അവശേഷിക്കുന്ന സീസൺ ഇനിയിപ്പം ഒഡീഷ FC ആയിരിക്കും കളിക്കുക എന്നുള്ളതാണ്. ഇതോടുകൂടി സെർജിയോ ലൊബേറയും വിഘ്നേഷും ഒരിക്കൽ കൂടി ഒന്നിക്കുന്നു. മുമ്പ് മുംബൈ സിറ്റി FC അവർ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ ഷീൽഡൊക്കെ അടിച്ചിട്ടുള്ള ടീമിൻ്റെയൊക്കെ ഭാഗമായിരുന്നു വിഘ്നേഷ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിഘ്നേഷ് ഹൈദരാബാദിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. എനി റീസൺസ് ഉണ്ടോ എന്ന് പറയുന്നത് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തോന്നുന്നു. അതിലും ആകാശ് മിശ്ര ഹൈദരാബാദിൽ നിന്ന് പോയപ്പം ഹൈദരാബാദിലേക്ക് മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള പ്ലെയറാണ് വിഘ്നേഷ്. ഏതായാലും വിഘ്നേഷിന് ഉറപ്പായിട്ടും ലൊബേറയുടെ ഒരു ഫേവറേറ്റ് പ്ലെയറാണ്. അങ്ങനെ വരുമ്പോൾ ജെറിയായിട്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ വരും. അപ്പം വിഘ്നേഷ് ഒരു ഫസ്റ്റ് ചോയ്സ് LB ആയിട്ട് വരുമോ എന്നൊക്കെയുള്ളത് നമുക്ക് ഉറപ്പായിട്ട് നോക്കാണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇതൊക്കെയാണ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ സംഭവിച്ചിട്ടുള്ള നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യങ്ങൾ. ഇനിയും പല ആളുകൾ ചോദിക്കുന്നുണ്ട് KBFCയിൽ ഇന്നത് എന്താണ്, ഇന്നൊരു റൂമർ ഉണ്ടല്ലോ. ആക്ച്വലി നമുക്ക് റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എയറിലുള്ളതെല്ലാം എന്താ പറയുക, അങ്ങ് എവിടെയും തൊടാത്ത മറ്റേ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. അല്ലാത്തത് അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളത് തോന്നുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പൽസറി കാണിക്കുകയാണ്.